ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? നല്ല മഴയാണ് കേട്ടോ. രാവിലെ തന്നെ മഴക്കാലം തുടങ്ങിയല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മഴയൊക്കെ അല്ലേ അവിടെ? രാവിലെ നീറ്റിട്ട് കുറച്ച് സമയം ഞാൻ മഴയും കണ്ടിരുന്നു. പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് തേങ്ങ ഇങ്ങനെ വിതറി കൊടുക്കും. എന്നിട്ട് നമ്മൾ മാവ് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പ്ലേറ്റിലേക്ക് നൂല് പോലെ ഇങ്ങനെ വീഴ്ത്തി നല്ല റൗണ്ടിൽ ഷേപ്പിലാക്കി എടുക്കും കേട്ടോ. എല്ലാവരും ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലും അതുപോലെ നൂൽപുട്ടിനായിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, ഓരോ തട്ടായിട്ട് വരുന്നത്, അതിലൊക്കെ ആവും ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ ആ രണ്ട് പാത്രങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ നമ്മുടെ ഓട്ടപാത്രം വെച്ചിട്ട് ഈ ഒരു നൂൽപുട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. നൂല് ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ചുകൂടെ തേങ്ങ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒട്ടപ്പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം വെന്തതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി വേവിച്ചെടുക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ നൂൽപുട്ട് കിട്ടും കേട്ടോ. മറ്റേതാകുമ്പോൾ ചെറുതല്ലേ കിട്ടുക. ഇത് ഒരെണ്ണം തന്നെ മതിയാവും നമുക്ക് വയറ് നിറയാൻ. അങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ചായ കുടിക്കട്ടെ കേട്ടോ. മഴ പുറത്ത് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാനിന്ന് ബീഫ് കറിയാണ് കേട്ടോ ഉള്ളത്. ബീഫ് കറി നൂൽപുട്ടും അടിപൊളിയാണ് കേട്ടോ. തേങ്ങാപ്പാലിനെക്കാട്ടിലും എനിക്കിഷ്ടം നൂൽപുട്ടിലേക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും ഈ വർഷത്തെ അവസാനത്തെ ചക്കയാവും ഇത്. അപ്പോൾ ഇന്നും ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഉമ്മ ചക്കയൊക്കെ മുറിച്ച് തന്നിട്ട് എന്നെ അരിയാൻ ഏൽപ്പിച്ചിട്ട് ഉമ്മ തിരുമ്പാനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല രീതിയിലാണല്ലോ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് കൂട്ടാൻ ഉണ്ടാക്കുന്നത് എന്ന് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചക്കയുടെ ആ ഒരു മുള്ളുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു തൊലി, അത് മാത്രമേ വേസ്റ്റായിട്ട് കളയാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാറുണ്ട്. ഇങ്ങനെ ആ ഒരു മുള്ള് നമ്മൾ ഇതുപോലെ ചെത്തി കളയാനായിട്ട് ചെയ്യാം. ഉമ്മമ്മൊക്കെ പറയും കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. നമ്മൾ ചോള മാത്രം എടുത്തിട്ട് കൂട്ടാൻ ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. ആദ്യം ആ ഒരു മുള്ളുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ ഓരോ കൊത്തിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കും. എന്നിട്ട് ആ കുരു ഒന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ള ചുളയും കൂടെ അരിഞ്ഞെടുക്കും കേട്ടോ. അതിലുള്ള ആ ഒരു നാര് പോലെയുള്ള സാധനമല്ലേ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് കുറച്ച് നമ്മൾ കളയും, കുറച്ച് കൂട്ടാനിലേക്ക് അരിഞ്ഞിടുകയും ചെയ്യും. ചക്കയുടെ ചുള നമ്മൾ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുക്കും. എന്നിട്ട് അവസാനം നമ്മൾ ഈ ചക്കയുടെ കുരുവും ഇതുപോലെ തൊലി വരണ്ടിയിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചക്കയുടെ എല്ലാ ഭാഗവും നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് ആ ഒരു മുള്ളും പിന്നെ ആ നാര് പോലെയുള്ള ഭാഗമല്ലേ കുറച്ച്, അതും മാത്രമേ നമ്മൾ ഇതിന്ന് ഒഴിവാക്കാറുള്ളൂ. ഇങ്ങനെ ചക്കയുടെ കുരുവും നമ്മളിതാ കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുക്കണം കേട്ടോ. അങ്ങനെ വലിയ ചെമ്പട്ടിയിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് നല്ല ജീരകം കൂടെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് ഉണക്കമീനും പൊരിച്ചെടുക്കുന്നുണ്ട്. ചക്ക കൂട്ടാനിൻ്റെ കൂടെ ഉണക്കമീനും അച്ചാറും അതല്ലെങ്കിൽ ഉണക്കമീനും ചമ്മന്തിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമീൻ ഇതേപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചക്ക കൂട്ടാൻ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല പച്ചമാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു തേങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പച്ചമാങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയിൽ നിന്ന് ആ തൊലി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും അനിയത്തി ഇത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അവിടെ ചിരകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം മിക്സിയിലേക്ക് മാങ്ങയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുളക് കീറിയിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സിയിൽ മുളക് മാത്രം അരയാതെ കിടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ മിക്സിക്ക്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തി ആകുമ്പോൾ കൂടുതൽ അരിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ മഴ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടാനൊക്കെ വിളമ്പി, ഞാൻ സാധാരണ കൂട്ടാൻ കഴിക്കുമ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ചോറ് അതിന് മുകളിൽ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. പിന്നെ നല്ല ചൂടുള്ള ചായ, പിന്നെ നമ്മുടെ ചമ്മന്തിയും ഉണക്ക മീൻ പൊരിച്ചത് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട്. കുറച്ച് കൂട്ടാനും ചോറും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് അതിലേക്ക് കുറച്ച് ചമ്മന്തിയും ഉണക്കമീനിൻ്റെ ഒരു കഷ്ണം കൂടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കഴിക്കണം.
ഉച്ചക്കത്തേക്ക് ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പാറിലേക്കുള്ള പച്ചക്കറികളൊക്കെ അതേ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വറുക്കുന്ന തേങ്ങയിലേക്ക് 2-3 വെളുത്തുള്ളി തൊലിച്ചതും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് പച്ചക്കറികളെല്ലാം വെന്തതിന് ശേഷമാണ് കേട്ടോ അവസാനമാണ് നമ്മൾ മുരിങ്ങക്കായും വെണ്ടക്കയും തക്കാളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തേങ്ങ വറുക്കുന്ന സമയത്ത് ഉമ്മ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ വറുക്കാറുള്ളത്. മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ഈ തേങ്ങയിലേക്ക് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വറുക്കാൻ തുടങ്ങിയത്. അപ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചെടുക്കുകയും വേണം. അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ ഇതാ അടിപൊളി സാമ്പാറും പപ്പടവും ചിക്കൻ പൊരിച്ചതും നമ്മുടെ മാങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ടോ. സാമ്പാറിലുള്ള പച്ചക്കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു വെണ്ടയ്ക്കയാണ് കേട്ടോ. ബാക്കിയുള്ള പച്ചക്കറികളൊന്നും വലിയൊരു ഇഷ്ടമല്ല, പക്ഷേ ഇതിലുള്ള വെണ്ടയ്ക്കയും പയറൊക്കെ കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടേബിളിൽ ഒരു പാത്രത്തിൽ എന്തോ മൂടി വെച്ചത് കണ്ടത്. എന്താണെന്ന് നോക്കിയപ്പോൾ അത് നെയ്യപ്പത്തിനുള്ള മാവ് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. ഇതിങ്ങനെ തന്നെ മൂടി വെക്കാം. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. വീണ്ടും റോഡിലൂടെയൊക്കെ വെള്ളം നല്ല ശക്തിയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചിത് ഇങ്ങനെ മുറ്റത്തേക്കും ഒഴുകി വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ മുറ്റം വൈകാതെ ഒരു കുളമാവും. നമ്മൾ മുമ്പ് ഇട്ട് വെച്ച നെല്ലിക്കൊക്കെ ഉപ്പ് പിടിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് 3 ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതൽ വിനാഗിരിയൊന്നും ചേർക്കാതെ ബാക്കി ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നല്ലോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പാകമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെയ്യപ്പം സൂപ്പറായിട്ട് പൊള്ളച്ച് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല നെരിഞ്ഞ നെയ്യപ്പാണ് കേട്ടോ കഴിക്കാനിഷ്ടം. നന്നായിട്ട് വെന്തിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുന്ന. അങ്ങനെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാണ് കേട്ടോ. മഴയത്ത് തണുപ്പാകുമ്പോൾ വിശപ്പ് കുറച്ച് കൂടുതലുള്ള പോലെയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ചൂടോടെ ഈ നെയ്യപ്പവും ചായയും കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.